ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു മിക്സഡ് പിക്കിൾ. അപ്പോൾ ഇതിൽ മാങ്ങ അരിഞ്ഞതുണ്ട്, ബീട്രൂട്ട്, റാഡിഷ്, ക്യാരറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇന്നലെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്നലെ ഒരു രാത്രി മുഴുവനും ഉപ്പിലിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇപ്പം ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അച്ചാർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അച്ചാറിടല്ല. അപ്പോൾ അച്ചാറിടാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ, അതുകൊണ്ടാണ് നേരത്തെ ഒന്നും കാണിക്കാൻ പറ്റാതെ എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്നും അരിയുന്നതും ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അച്ചാറിടാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോയും കൂടി എടുത്ത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇടുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയും കടുകെണ്ണയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ എണ്ണയായാലും മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ടി വന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം വെള്ള അച്ചാറായിരുന്നു. അപ്പോൾ മുളക് പൊടി വേണ്ടാത്തത് കൊണ്ട് നല്ല എരിവുള്ള ഒരു 10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 2 മുഴുവനെയുള്ള പൂണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് ഇതെല്ലാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിവക ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. മഞ്ഞ കളറിൽ ഉള്ള അച്ചാറായതുകൊണ്ട് കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉലുവാപ്പൊടി ചേർത്തു. ഇനി ആവശ്യത്തിന് കായം നമ്മൾ ചേർത്ത് കൊടുക്കണം. കായം കട്ടയില്ല, അപ്പോൾ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പിലിട്ട് വെച്ചിരുന്നായിരുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല, എന്നാലും കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മിക്സഡ് വെജിറ്റബിൾസ് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. അത് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതും ഈ ബീട്രൂട്ടും ക്യാരറ്റിനും എല്ലാത്തിനും ആ മാങ്ങയുടെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്, റാഡിഷിനും ഒക്കെ. അപ്പോൾ എല്ലാം കൂടെ ഇന്നലെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിരുന്നത് കൊണ്ട് നല്ലൊരു പുളിയും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നാരങ്ങയും ഉണ്ട് കേട്ടോ, നാരങ്ങയുണ്ട്, അത് പറയാൻ വിട്ടുപോയി. നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെറിയ തീയിലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ തീയിൽ ഒരു 2 മിനിറ്റ് അതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒമാൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചു തരാം. ചൂട് ഇത്ര നാൾ നാട്ടിലായിരുന്നു ചൂട്, ഇപ്പോൾ ആ ചൂടൊക്കെ ഇവിടെ തുടങ്ങിയേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഠിന്യമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല, ഇതൊക്കെ ചൂട് കൊള്ളുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഈ ചൂടിൻ്റെ എത്രത്തോളം അതിൻ്റെ കാഠിന്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 12:30 ആയിട്ടേ ഉള്ളൂ ഉച്ച സമയം. പക്ഷേ വെയിൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം കേട്ടോ. വെയിലും ചൂടും, കാറ്റിന് വരെ ചൂടല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വോയിസ് ഓവർ ഇടാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല. എനിക്ക് പുതിയ കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പം നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് കിളിപ്പിച്ചതാണ്. ശംഖുപുഷ്പം കിട്ടി. ഇതിനിടയ്ക്ക് ഒരാൾ നിൽപ്പുണ്ട്, ക്യാപ്സിക്കാണ്. അത് ചെറിയൊരു തൈ അവിടെ വന്നിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, 2 തൈ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ ഒരു പാവലുണ്ട്, കണ്ടോ, ഒരു പാവൽ കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലും ഒരു ശംഖുപുഷ്പം നിൽപ്പുണ്ട് അവിടെ. പിന്നെ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാട്ടോ.
ഇതൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ആഫ്രിക്കൻ മല്ലി ഇതാ പൂവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ചട്ടിയൊക്കെ മാറ്റി കൊടുക്കണം. ജസ്റ്റ് കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വെച്ചതായിരുന്നു. പിന്നെ പഴയ പോലെ പനിക്കൂർക്കയും പുതിനയും കറ്റാർ വാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ചെറിയ സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്രയൊക്കെയുള്ളൂ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ്. പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നേരത്തെ ഇതൊക്കെ കാണിക്കാഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ എത്രയൊക്കെ വെച്ചിട്ടാണ് എടുത്തതെന്നൊക്കെ കാണിച്ചേനെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം കേട്ടോ, ഞാനങ്ങനെ അച്ചാറൊന്നും ഇട്ട് ശീലമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്തു വരികയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾ പറയുക, ഞാനതൊക്കെ ക്ലിയർ ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് ആറിക്കഴിയുമ്പോൾ നമുക്ക് ചില്ലു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. വിനാഗിരി വേണം എന്ന് വെച്ചാൽ ഒഴിക്കാം. നമ്മൾ വിനാഗിരി ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആറിക്കഴിയുമ്പോൾ ചില്ലു കുപ്പിയിലിട്ട് നമ്മൾ ഫ്രിഡ്ജിലോ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ അത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ പറ്റി എന്താ അഭിപ്രായം എന്നുള്ളതും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ടും ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.